Hello guys, let's make burn bass cheesecake. ഇന്ന് ബേക്കിംഗിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ജോന ഉണ്ട്. ആദ്യം നമുക്കൊരു ബൗളിൽ 500 ഗ്രാംസ് ക്രീം ചീസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാസ്റ്റർ ഷുഗർ ബ്ലെൻഡായി വരാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കംപ്ലീറ്റ് ബീറ്റിംഗ് ചെയ്യുന്നത് ജോനയാണ്. ജോന എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 by 1 എഗ് ആഡ് ചെയ്തിട്ട് പയ്യനെ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റ് ചെയ്ത് ജസ്റ്റ് എല്ലാം ഒന്ന് ബ്ലെൻഡായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 4 എഗ്സ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട് വെനില എസൻസ്. 250 ml ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു ബേക്കിംഗ് മോൾഡ് ഇതുപോലെ പാച്ച്മെന്റ് പേപ്പർ വെച്ച് ലൈനപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് അരിച്ചിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പോർഷൻ ആയിട്ടാണ് എടുത്തത്. ഈ അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ബേക്കിംഗ് മോഡിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് പ്രീ ഹീറ്റ് ആണ് ടൈമിൽ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. കോച്ച് ചോക്ലേറ്റ് ആണ് ഞാൻ എപ്പോഴും എൻ്റെ കേക്ക്സിന് യൂസ് ചെയ്യാറ്. കമ്പയർ ടു കോമ്പൗണ്ട്, ദിസ് ഇസ് ദ ബെസ്റ്റ്. കോമ്പൗണ്ട് കേക്ക് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറുമില്ല. സോ ബേക്കിങ്ങിന് എപ്പോഴും ചോക്ലേറ്റ് ചൂസ് ചെയ്യുമ്പോൾ കോച്ച് ചോക്ലേറ്റ് തന്നെ വാങ്ങിക്കാൻ നോക്കാം. ഇപ്പൊ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബേക്ക് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ബേൺ ബാസ് ചീസ് കേക്ക് ആയതുകൊണ്ട് തന്നെ ടോപ്പ് പോർഷൻ കുറച്ചൊന്ന് ബേൺ ആവണം, എന്നാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയി വരത്തുള്ളൂ. ഞാൻ ഇവിടെ 100 ഗ്രാംസ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്ലോയി കൺസിസ്റ്റൻസി വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ചീസ് കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കൂൾ ഡൗൺ ആവാനായിട്ട് വെക്കാം. ഒത്തിരി കൂൾ ഡൗൺ ആവണ്ട, കുറച്ച് വാം ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്താലേ ഒരു ക്രീമി എഫക്റ്റ് കിട്ടുള്ളൂ. ഇനി മെൽറ്റഡ് ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.